പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. बराबर देखने के लिए 3-4 घंटे लगेगा. मतलब शूटिंग लोकेशन लोअर कुटनाडु वगैरह जगह सब कुछ है इधर पे. പ്രശസ്തനായ ഒരാളെ വീട്ടിലോട്ടാണ് വരുന്നതെന്നുള്ള കാര്യം. ഹായ് എവ്രി വൺ, സലാം കാ. ഡേ 5 എല്ലാവർക്കും സ്വാഗതം. കേരള, ഭൂട്ടാൻ, നാഗാലാൻഡ്. ഇന്നത്തെ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. നമ്മുടെ ഈ 1.5 മുതലായിട്ട് ഏകദേശം 158 കിലോമീറ്ററാണ് ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വരുന്നത്, നമ്മളെ ക്യാപിറ്റൽ സിറ്റിയിലോട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് അതിന് മുന്നേ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. നമ്മളെ വണ്ടീൻ്റെ ഒരു സാധനം കംപ്ലൈൻ്റ് ഉണ്ട്. അത് നന്നാക്കാൻ ഇപ്പോൾ അത് വർക്ക്ഷോപ്പിൽ എത്തിക്കണം ഈ വണ്ടി. എന്നിട്ട് ഏകദേശം 1.5 മണിക്കൂർ എടുക്കുമെന്നാണ് പറഞ്ഞത്. സോ ഗൈസ്, പോയി നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. പിന്നെ എല്ലാവരും പറഞ്ഞു നമ്മളെ വണ്ടീനെ എല്ലാ ദിവസവും രാവിലെ കാണിക്കണമെന്ന്. കാരണം നമ്മളെ 3ാമത്തെ ആളാണല്ലോ ഈ ട്രിപ്പിലുള്ള. അപ്പോൾ എന്താ വണ്ടി ഇതാ സെറ്റപ്പായിട്ടിരിക്കുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, മേജർ ഇഷ്യൂസൊന്നുമില്ല. ചെറിയൊരു വർക്ക് എടുക്കാനുണ്ട്, അതിനാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ വണ്ടി ഇങ്ങനെ ഓടിക്കുമ്പോൾ ഒരു സൗണ്ട് കേട്ടിട്ടില്ലേ, അത് നോക്കണം. അതായത് വണ്ടി നമ്മളിങ്ങനെ പവർ സ്റ്റിയറിംഗിൽ എടുത്ത് ഓടിക്കുമ്പോൾ കിരി 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 എന്നുള്ളൊരു സൗണ്ട് ഉണ്ട്, അത് നോക്കണം. അങ്ങനത്തെ ചില്ലറ കാര്യങ്ങൾ മാത്രം. പിന്നെ ഇതാ ഈ 2 ഫാനും തൂങ്ങി വീണിട്ടുണ്ട്, ഈ 2 ഫാനും തിരിച്ച് പിടിപ്പിക്കണം. അങ്ങനെ ചില്ലറ പരിപാടികൾ. സോ നമ്മൾ വണ്ടി വർക്ക്ഷോപ്പിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടുന്ന് ചെക്ക് ചെയ്യും. 1 മണിക്കൂറിനുള്ളിൽ ചെക്ക് ചെയ്ത് തിരിച്ച് തരാം എന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. ഇതാ പുള്ളിയാണ് അതിൻ്റെ ആൾ കേട്ടോ. അവിടെ ഒരു മുടിയൊക്കെ വളർത്തിയിട്ട് ആൾ ഇപ്പോൾ വരും. ഞങ്ങളെ മുത്തുമണീനെ ഞങ്ങൾ ഇവിടെ കൊടുത്ത് ഏൽപ്പിച്ചിട്ടാണ് പോണത്. ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരാം, അപ്പത്തിനും വണ്ടി റെഡിയാവും എന്ന് വിചാരിക്കുന്നു. ഫീലിംഗ് സാഡ് റൈറ്റ്? വിത്തൗട്ട് ജീപ്പിംഗ്. ചൂട് ഭയങ്കര ചൂടാണ്. ആലപ്പുഴയുടെ ചൂട് ഭയങ്കരമാണ് കൈ. ഇതാണ് പുള്ളി പറഞ്ഞ ഗോപി റെസ്റ്റോറൻറ്റ്. ഇത് 2 പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പണി പിന്നെ മൊത്തത്തിൽ തീർക്കാൻ വേണ്ടി പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പണികളാണ് വണ്ടിക്കുള്ളത്. ആ സൗണ്ട് വരുന്നത് തന്നെയല്ലേ മറ്റേ പവർ സ്റ്റിയറിംഗ്. അപ്പോൾ ഒറ്റയടിക്ക് പണി തീർക്കാൻ പറ്റില്ല, ടൈം എടുക്കും. അപ്പോൾ നമുക്ക് ടൈമില്ല, അതുകൊണ്ട് നമ്മൾ പോവുകയാണ്. ഓടുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? ഓടുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ ഫാനും പിടിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. ഫാനിൻ്റെ ഇത് പൊട്ടിപ്പോയതാ, സ്ക്രൂ ഇടാൻ പറ്റില്ല. സ്ക്രൂവിൻ്റെ അവിടെ നിന്ന് എന്നാ ഞങ്ങൾ ഇറങ്ങി. ഓക്കെ, കാണാം. താങ്ക് യു. സോ ഗൈസ്, നമ്മളിതാ ഇവിടുന്ന് ഇറങ്ങിയാണ്. ലെറ്റ്സ് ഗോ ടു തിരുവനന്തപുരം, the capital city of Kerala. Yeah. Not boat. You want to go to boat? Yes. That's why I was waiting and then we have to go here. So guys, we changed the plan. ഞാൻ വിചാരിച്ചു തിരുവനന്തപുരത്തേക്കാണ് പോകണമെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു തിരുവനന്തപുരമല്ല, പുള്ളിക്ക് ബോട്ടിൽ കയറണമെന്ന്. ഐ ഡോണ്ട് നോ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ബോട്ടിൽ പോയി നോക്കിയിട്ട് പോവാം. ഓക്കെ. സോ ഗൈസ്, നമ്മൾ ബോട്ടിന് എന്താ റേറ്റ് എന്നുള്ളത് ചോദിച്ചു നോക്കാനാണ്. എത്രയാ? 1 മണിക്കൂറിന് 600. നിങ്ങൾക്ക് അത്യാവശ്യം ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫുൾ ഡേ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നല്ലത്. ഇല്ല, ഞങ്ങൾക്ക് ടൈമില്ല. ഞങ്ങൾക്ക് തിരുവനന്തപുരം എത്തണം. അപ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ. ഓക്കെ, അപ്പോൾ പുള്ളിക്ക് എന്തായാലും ഒന്ന് കയറണം. 600. 600 For how many hours? के लिए जी, मतलब आपको बराबर देखने के लिए 3-4 घंटे लगेगा. मतलब वो शूटिंग लोकेशन लोअर कुटनाडु वगैरह जगह सब कुछ है इधर पे. मतलब सी लेवल से नीचे होने वाले वो पोर्शन सब कुछ है ना. थोड़ा टाइम कम है ना हमारे पास.
टाइम कम है तो आपका मर्जी है, मतलब आपको व्लॉगिंग वगैरह सब कुछ करने के लिए वो 4 घंटा अच्छा होता है, मतलब वो पतले वाले कैनल वगैरह सब कुछ मिलेगा। आलेपी आकर वो नहीं देखे तो आपको बेनिफिट नहीं है ना। कितना होगा? तो 2400 2400 4 घंटे के लिए पूरा बोट आपके लिए मिलेगा। हम लोग को टाइम थोड़ा कम है। आई थिंक 1 hour हमारे को भी आपका मेंशन किया तो हम थोड़ा डिस्काउंट भी कर सकते हैं। आई गेस 1 hour इज इनफ, राइट? 1 hour में आप कुछ नहीं देख सकते जी। एक तरह जाकर वो रास्ते पे वापस आना पड़ेगा, आपके लिए बेनिफिट नहीं है। मिनिमम 2 घंटे है, हर बोट के लिए सेम होता है। पार्क नहीं के लिए तो ऐसा करेगा। आई थिंक 2 घंटा चाहिए तो 2 घंटे ही कर लो। आपको एक जाने वाले रास्ते पे एक ईगल पॉइंट मिलेगा, उधर आपको ईगल को हाथ पे रखकर फोटो सब खींच सकते हैं। ആ അല്ല ഈ वो सब include 2 മണിക്കൂറിൽ എവിടേക്കാണ് പോണേ? നമുക്കൊരു ഐലൻഡ് മൊത്തം കറങ്ങിയിട്ട് വരാൻ പറ്റും। 3 മണിക്കൂർ എടുക്കാം, നമ്മൾ വേമ്പനാട്ട് കായലും പോയിട്ട് 2 hours how many rupees? 1200। 1200. No discount? अब वो 2 घंटे के लिए क्या पूछ सकते हैं आप? 4 घंटे लिए तो मैं थोड़ा कम कर सकते हैं आपको नहीं तो खाने भी थोड़ा डिस्काउंट चाहिए ना। जी। ऐसा क्या पूछ सकते हैं आप? ब्लॉगर है ना, आपको आपको क्या मतलब हमको भी हम ये blogger है। डिस्काउंट किया तो ये पूरा लोग को ये पता चलेगा हम डिस्काउंट करेगा। आपका प्रोमोशन होगा तो आपका प्रोमोशन होगा तो ये कमीशन जिसे अभी ये देखेगा ये आदमी कितना अच्छा है, आपका हेल्प करते हैं हम लोग भी। जैसे कि ये अभी दूसरा चलो देखेगा, मानिए रियल है। अभी देखिएगा नेक्स्ट टाइम अभी ये बहुत ही चाहिएगा। आपको डिस्काउंट दे सकते हैं। हाँ दूसरे को नहीं। वीडियो അല്ല ഇത് ഒരു ബോട്ടിനല്ലേ 600, ഇല്ലാതെ ഓരോ പർപ്പസിനല്ലേ? മണിക്കൂറിനാണ് हाँ भाई मैं ഇതെവിടെ പാർക്ക് ചെയ്യും? Discount because it's 2 hours. നേരെ ബാക്കോട്ട് ഇട്ടാ മതിയോ? मेरे इറക്കി ഉദർ സൈഡ് देखो। चलो अच्छा चलो മതിയോ? बस പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങളെ ബാഗും അതൊക്കെ ഇവിടെ ഒന്ന് ഒരു കുഴപ്പമില്ലല്ലോ. ഞാനിവിടെ ഉണ്ട്. ഓക്കെ. anything? നമ്മൾ നിങ്ങളെ പേരെങ്ങനെയായിരുന്നു? സൗരവ്. പുള്ളി പൊരിഞ്ഞ ഹിന്ദി ആയിരുന്നു കേട്ടോ. ഏതാ വണ്ടി? ഞാൻ 2 ഓപ്ഷൻ ഞാൻ തരാം. ആ. 2 മണിക്കൂറിൽ ഒരു സിംഗിൾ ലൊക്കേഷനിൽ പോയിട്ട് തിരിച്ചു വരാനും പറ്റില്ലെന്നുണ്ടെങ്കിൽ ഒരു ഐലൻഡ് റൗണ്ടിങ് ആയിട്ട് ഒരു കനാല് ഉൾപ്പെടെ ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു അതെ മതി. കനാല് മതി. ആ അതല്ലേ വൈബ്. രണ്ടാമത്തെ അപ്പുറത്താ ആരാ നമ്മളെ സാരഥി? ഹായ് ബ്രോ. പേര് സുധീഷ്. കമോൺ ചേട്ടാ. ഓ ഇതിന് ഷിക്കാർന്നല്ലേ പറയാ? ആ നമ്മളെ ഷിക്കാർ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ വിചാരിച്ചത് ഒരു ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്യണമെന്നൊക്കെയാണ്. പക്ഷേ ഇന്നലത്തെ ടൈമിങ്ങും ഇതൊക്കെ സാഹചര്യം കാരണം നമ്മൾ നിന്നില്ല. ഇന്ന് നമുക്ക് തിരുവനന്തപുരം എത്തിയേ പറ്റുള്ളൂ. അതിന് വേറെ കുറച്ച് റീസൺസ് ഉണ്ട്, അത് അവിടെ എത്തിയിട്ട് പറയാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഷിക്കാർ റൈഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഷിക്കാർ റൈഡ് പെർ ഹവർ 1000 അല്ല 600 റുപ്പീസ്. മണിക്കൂറിന് 600 രൂപ എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആദ്യം ഇത് തുടങ്ങുന്ന സ്പോട്ടിൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്താ? അതല്ല, ആലപ്പുഴയിൽ വന്നിട്ട് ബോട്ട് സ്റ്റാൻഡിൽ നിന്നാണ് പറയണ്ടേ. അതായത് ഇനി ആലപ്പുഴയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഷിക്കാർ റൈഡ് പോകണമെങ്കിൽ എവിടെ വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിലായിരിക്കും നിങ്ങൾ സ്വാഭാവികമായിട്ട് ഇറങ്ങുക. അല്ലെ വണ്ടി കൊണ്ട് വരികയാണെങ്കിൽ ബോട്ട് സ്റ്റാൻഡ് എന്നുള്ളത് ഗൂഗിൾ മാപ്പിലുണ്ട്. ബോട്ട് സ്റ്റാൻഡ് എന്നുള്ളത് ഗൂഗിൾ മാപ്പിൽ നോക്കുക, കറക്റ്റ് ഇങ്ങോട്ട് വരിക. ഓട്ടോറിക്ഷക്കാരോടാണെങ്കിലും അവരോട് പറയാം ബോട്ട് സ്റ്റാൻഡിൽ. എന്നിട്ട് നേരെ ഇവിടെ വന്നാൽ മതി കേട്ടോ. അപ്പോൾ നല്ല വ്യൂയോട് കൂടി ഇതിങ്ങനെ പോകും. ഇപ്പം കുറച്ച് പതുക്കെ പോവുള്ളൂ അല്ലേ? ഈ സ്പീഡിലേ പോകൂ. ആ ഓക്കെ. ഇവിടെ ട്രാഫിക് ഉണ്ട്. നിങ്ങൾക്കുണ്ടോ നിയമം അങ്ങനെ ഇത്ര സ്പീഡിലേ പോകാൻ പാടുള്ളൂ എന്നുള്ളതൊക്കെ ഉണ്ട്? അപ്പം ചിക്കാര മൊത്തം ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഇവിടെ ഇരിക്കാനൊരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ വേണമെങ്കിൽ കിടക്കാം. പിന്നെ ഇത് ഒരു ഫുൾ ബോട്ടാണ് കിട്ടുക കേട്ടോ നിങ്ങൾക്ക്. ശരിക്കും ഒരു ഫുൾ ബോട്ടിൽ എത്ര പേരെ കയറ്റും? അല്ല ഇതിനകത്ത് നിങ്ങൾ എത്ര പേര്? 7 പേര്. ആ 7 പേർക്കും 600 തന്നെ. അപ്പം ആൾ കൂടുതലായിട്ട് വരുമ്പോഴാണെങ്കിൽ ലാഭമാണ്. ഒരാൾക്ക് 100 രൂപയൊക്കെ വരുള്ളൂ മണിക്കൂറിന്.
പിന്നെ 4 മണിക്കൂർ ട്രിപ്പ് എടുക്കുമ്പോഴാണ് ഫുള്ള് കാണാൻ വേണ്ടി പറ്റുക. ഞങ്ങളിപ്പോൾ 2 മണിക്കൂർ എടുത്തിട്ടുള്ളൂ, ഞങ്ങളിതിൽ ടൈമില്ല, അതുകൊണ്ടാണ്. അപ്പം അത് ശ്രദ്ധിക്കുക. ഒരു ഫാമിലി വരികയാണെങ്കിൽ ആ ഫാമിലിക്ക് മൊത്തത്തിൽ ഇരുന്നിട്ട് 4 മണിക്കൂർ അല്ലേ മാക്സിമം, 4 മണിക്കൂറാകുമ്പോൾ ഫുള്ള് കാണാം. ആ ഓക്കെ. അതായത് ഒരു ഫുൾ ഡേ എടുക്കുകയാണെങ്കിൽ രാവിലെ തുടങ്ങി വൈകിട്ട് വരെ എടുക്കുകയാണെങ്കിൽ 6 മണിക്കൂർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള സ്പോട്ട്, അതിൻ്റെ ഇടയ്ക്ക് കുറേ വ്യൂ പോയിൻ്റ് ഉണ്ട്, അതൊക്കെ അവർ കൊണ്ടുപോയി നിർത്തും കേട്ടോ. ഇതുപോലെ വലുതും ഉണ്ട്. നിങ്ങൾ 10-14 പേരുണ്ടെങ്കിൽ അതിൻ്റെയിലും പോവാം, അങ്ങനെയും പോവാം. ഗുഡ്. കാണുന്നതാണ് ഗവൺമെൻറ് ബോട്ടുകൾ. നിങ്ങളിൽ ഒട്ടും പൈസ ഇല്ല, 10-20 റുപ്യക്ക് കറങ്ങാനുള്ള പൈസ ഉള്ളെങ്കിൽ ഇതിൽ കയറിയാൽ മതി. പിന്നെ ഇങ്ങനെ ഉദ്ദേശിച്ച പോലെ ടൂറിസ്റ്റ് സ്പോട്ടിലൊന്നും പോകില്ല, ഇല്ലാണ്ട് ഇങ്ങനെ കറക്കി നിങ്ങളെ അതിലിങ്ങനെ കറക്കി ഓരോ സ്പോട്ടിൽ പോയി ഇറങ്ങുക, അവിടെ നിന്ന് തിരിച്ചു വരിക, അത് നടക്കുള്ളൂ. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ പിന്നെ വള്ളംകളിയില്ലേ, ബോട്ട് റേസ്, അതിൻ്റെ ഫിനിഷിംഗ് പോയിൻറ്റും അതുപോലെ തന്നെ എല്ലാവരും നമ്മൾ ടി വിയിൽ കാണുമ്പം ട്രോഫി കൊടുക്കുന്ന സ്ഥലവും അതൊക്കെ കാണുന്നത് ആ ഒരു ബിൽഡിങ്ങിനാണ്, അതിലാണ്. ഇന്നലെ ഞങ്ങൾ സ്റ്റേ ചെയ്തത് ആ കാണുന്ന ഹോട്ടലിൻ്റെ തൊട്ടപ്പുറത്ത് കേട്ടോ, അവിടെയായിട്ടാണ്. ഈ കാണുന്നൊക്കെ ഹൗസ് ബോട്ടുകളാണ്. ഒരു സ്റ്റാർട്ടിങ് 8,000 മുതൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ മേലോട്ട് പോകും. അതിനും കുറഞ്ഞതുണ്ടാവും ചിലപ്പം, അറിയത്തില്ല. എന്തായാലും വൈബാണ്. ഇത്രയും വന്നല്ലേ, ഇതിൻ്റെ മേലൊക്കെ കയറിയിരുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്നിങ്ങനെ വിചാരിച്ചു. ഓ മോൻ, ഹൗസ് ബോട്ട് പോകുന്നൊരു ഫീൽ ഉണ്ടാവില്ല കേട്ടോ, അത് അതിൻ്റേതായ ലുക്ക് ഉണ്ടാവും. പൈസ ഉള്ളവരെന്താക്കുക, ഹൗസ് ബോട്ട് കയറുക, പൈസ ഇല്ലാത്തവർ ശിക്കാരിയിലേക്ക് കയറുക, ഒട്ടും പൈസ ഇല്ലാത്തവർ മറ്റേ സർക്കാർ ബോട്ട് കയറുക, പൈസയേ ഇല്ലാത്തവർ ഇത് നോക്കിയിരുന്ന് കാണുക, അതേപോലെ ചെയ്യാൻ പറ്റൂ. ചുറ്റും ഹൗസ് ബോട്ടുകളാട്ടോ, നോക്കിയേ. ഫുൾ ഹൗസ് ബോട്ടുകളാണ്. എത്ര അറിയോ, എത്ര കമ്പനീൻ്റെ നമുക്ക് നമ്മൾ എണ്ണിയാലും തീരൂല കേട്ടോ, അത്രയുണ്ട്. എല്ലാവർക്കുമുള്ള ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു, ഈ വീട്ടിലോട്ടൊക്കെ എങ്ങനെ വരിക എന്നുള്ളത്. റോഡില്ല ഗൈസ്, വെള്ളത്തിൽ മാത്രമേ വരാൻ വേണ്ടി പറ്റുള്ളൂ. സാധനങ്ങൾ കൊണ്ടുവന്നുണ്ടല്ലേ, ഒരു ബോട്ടിൽ വേണം, കമ്പി, സിമൻറ്റ് എല്ലാം അതിലാണ് ഇവർ വീട് പണിക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരിക. അങ്ങോട്ട് വരാനൊന്നും വഴിയൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ഷിക്കാരയിലോ ചെറിയ ചെറിയ വഞ്ചിയിലോ വരണം, എന്നിട്ട് ജീവിതം അങ്ങനെയാണ് ഗൈസ്. അപ്പുറത്ത് കാണുന്നതാണ് കടത്ത് വെള്ളം, അതായത് അവിടെ വരെ റോഡുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് റോഡില്ല. ഇനിയിപ്പോൾ പുതിയൊരു പാലം വരുന്നുണ്ട്. ഈ പാലത്തിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ കടത്തുകാരൻ്റെ ജോലി തീരുമാനമായി. പുള്ളി വയസ്സായിക്കുന്നു എന്തായാലും, ഇനി പുള്ളിക്ക് വർക്ക് ഉണ്ടാവില്ല, കാരണം ഈ പാലത്തിൽ കൂടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. പിന്നെ ഇവിടെ നിന്നാണ് നമ്മളെ വള്ളംകളിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ഏകദേശം ആ ഒരു സ്ഥലത്ത് നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററാണ് മൊത്തത്തിൽ വള്ളംകളി ഉണ്ടാവും കേട്ടോ. ഈ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ സാധാരണക്കാർ, ഇതൊക്കെയാണ് ഇവിടുത്തെ ജനങ്ങളെ വീടുകൾ കേട്ടോ, സാധാരണക്കാരെ വീടുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കായലിൻ്റെ നടുക്കായിട്ട് അപ്പുറത്തുപ്പുറത്തൊക്കെ ഇതിലോട്ടൊക്കെ സാധനം കൊണ്ടുവന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ ശിക്കാരയിൽ, ഇതിൽ പല ശിക്കാരകളും ചില വീട്ടുകാർക്ക് തന്നെ സ്വന്തമായിട്ട് ശിക്കാരകളുണ്ട് കേട്ടോ, അവരുടേതായിട്ടുള്ള ഇതാണ് ഇവിടുത്തെ ഒരു കൂൾ ഡ്രിങ്ക്സ് ഷോപ്പ്. ഐസ്ക്രീമൊക്കെ കിട്ടും. ഒരു ഐസ്ക്രീം മേടിച്ച് കഴിക്കായിരുന്നല്ലേ. ഇവിടെയൊക്കെ എത്ര വീടുകളുണ്ട്? കുറേ ഉണ്ടല്ലേ, ഒരുപാട് വീടുകളുണ്ട്. ഫുള്ളൊരു ഐലൻഡ് അല്ലേ. അമ്പലം പള്ളി എല്ലാം ഉണ്ടോ? ഓക്കെ, ഒരു അമ്പലം അതാ. ഇവിടെ ഇന്നലെ ഉത്സവമായിരുന്നു, ഉത്സവം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഹൗസ് ബോട്ടൊക്കെ പണിയുന്ന ബോട്ടാട്ടോ ആ കാണുന്നത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സർക്കാർ ഹോസ്പിറ്റലുണ്ട്, ചെറിയ രോഗങ്ങൾക്കൊക്കെ നോക്കാൻ പറ്റിയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, നെഹ്റു ട്രോഫി, പിന്നെ അംഗൻവാടി, പിന്നെ ഇതൊക്കെ വീടുകളാണ്. ഇങ്ങനെ കണ്ട് പോകട്ടോ. നമുക്ക് ഐസ്ക്രീം മേടിക്കണം. ഐസ്ക്രീം യാ. ചേട്ടാ ഏതാ ഉള്ളത്? ബട്ടർ സ്കോച്ചും
ഓക്കെ ഐസ്ക്രീം ആയിട്ടില്ല ഇത് മാത്രമേ ഉള്ളൂ എന്നാൽ ഒരു ബട്ടർ സ്കോച്ച് അപ്പോ ക്യാ ചെയ്യേ Butterscotch. ഓക്കെ ഒന്നുകൂടി Hey. Thank you, sir. എത്രയായി യാ യൂട്യൂബ് ഇവിടേക്ക് അല്ല ഞാൻ കണ്ടിരിക്കുന്നത് അങ്ങാണ് സർ കാശ്മീര് കഴിഞ്ഞുള്ള സ്ഥലങ്ങളാണ്. ആര് എൻ്റെതോ ആ ഞാൻ പോയിട്ടുണ്ട് ശരിയാണോ? ആ 150. 150 എന്നെ സാറിനൊന്നും വിളിക്കല്ലേ അത് വെച്ചോളി വെച്ചോളി Okay. ആ ഓ താങ്ക്സ് സാർ. ഓക്കെ You are a good man, sir. അതാണ് ആ പെണ്ണുങ്ങളുടെ കൂട്ടിലുള്ള ആ പോക്ക് ഞാൻ കണ്ടത്. വളരെ Bye, bye, sir. എവിടെയാ? ഇവിടെയല്ലല്ലോ. ആ പ്രദേശത്താണ് സ്ഥലം. ഏത് കാശ്മീർ ഞാൻ കുറേ രാജ്യത്ത് പോയിട്ടുണ്ട് Bye, bye, sir. ഞാൻ ഇവിടുത്തെ കണ്ടുപിടിക്കില്ലേ? ഓക്കെ Bye, bye. എന്നെ അറിഞ്ഞിട്ടാണോ പുള്ളി പറയുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഏത് പെണ്ണുങ്ങളെ കൂടെയാണ് ഞാൻ പോയാൽ പോ എൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. ഇതാണ് കനാൽ. മാങ്ങ പറിച്ചാലോ? ഒരു മാങ്ങ ഇട്ടുവോ? അയ്യവാ കനാലിൽ കൂടെ പോകുമ്പോൾ പ്രത്യേക ഒരു രസം കേട്ടോ വൈബ്. ഇതൊക്കെ ഈ വീട്ടിലത്തെ ആ ഓണറെ വഞ്ചിയെന്ന് തോന്നുന്നു. സോ ഗൈസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. സോ താങ്ക് യു ബ്രോ. ഒന്ന് രണ്ട് ഇങ്ങനെ മൂന്ന്. ഓ കൈ കൊണ്ട് വലിച്ചാൽ മതിയില്ലേ? വെള്ളത്തിൽ കിടക്കുന്നതാണ്. മൂന്ന്. ആ ഫൈനലി വി ആർ ബാക്ക്. ഇനി പൈസ കൊടുക്കട്ടെ എന്നിട്ട് ബാക്കി പറഞ്ഞുതരാം. ഫൈനലി നമ്മൾ ഷിക്കാരയിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മളിനി തിരുവനന്തപുരത്തേക്കുള്ള റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നേരെ ചങ്ങനാശ്ശേരി വഴിയാണ് പോണത്. ആലപ്പുഴയുള്ളവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ 2 റൂട്ടുണ്ട്. ഒന്ന് വർക്കല ആ റൂട്ടുണ്ട്, പക്ഷെ അതിലെ പോകണ്ട. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് വളരെ മോശമാണ് ആ ഹൈവേ. അപ്പോൾ ചങ്ങനാശ്ശേരി വഴി പോകാനാണ് പറഞ്ഞത്. ഗൂഗിൾ മാപ്പും അത് തന്നെ കാണിക്കുന്നത്. നമ്മൾ ചങ്ങനാശ്ശേരി വഴി നേരെ പോവുകയാണ് ഇങ്ങോട്ടേക്ക്, തിരുവനന്തപുരം. സോ ആലപ്പുഴ ബിഗ് താങ്ക്സ്, അടിപൊളിയായിരുന്നു. ആലപ്പുഴ ഒരു ദിവസം നിന്നുള്ളൂ. ഇന്നലെ വന്നു, ഇന്ന് തിരിച്ചു പോന്നു. പക്ഷേ അടിപൊളിയായിരുന്നു, നല്ല വൈബായിരുന്നു ആലപ്പുഴ. നല്ലോണം ആസ്വദിച്ചു. 3.5 മണിക്കൂറാണ് തിരുവനന്തപുരത്തേക്ക് കാണിക്കുന്നത്. ഏകദേശം 144 കിലോമീറ്റർ. 5:35 എത്തുന്നാണ് കാണിക്കുന്നത്. നമ്മളൊരു 6-7 മണിയേ കൂട്ടുന്നുള്ളൂ. ഇതിൽ കാണിക്കുന്ന സ്പീഡിൽ നമുക്ക് ഈ ജീപ്പും കൊണ്ട് പോകാൻ പറ്റില്ല. പിന്നെ നമ്മൾ നിർത്തുമല്ലോ, അതൊക്കെ കൂട്ടി ഒരു 5:30-6 മണിയാകുമ്പോൾ നമ്മളടുത്തും. നമ്മളിന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് വൺ ഓഫ് ദി ഫേമസ് യൂട്യൂബറെ കൂടെയാണ് നിൽക്കാൻ വേണ്ടി പോകുന്നത്. അതാരാന്നുള്ളത് നമുക്ക് തിരുവനന്തപുരത്ത് വെച്ച് കാണാം. നമ്മളിപ്പം ആലപ്പുഴ കഴിഞ്ഞ് കുട്ടനാട്ടിൽ കൂടെയാണ് പോണത്. കുട്ടനാട് ഇതിന് കേട്ടിട്ടേ ഉള്ളൂ, പക്ഷേ ഇവിടെ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. നല്ല റോഡ്, പിന്നെ ചങ്ങനാശ്ശേരി ടു ആലപ്പുഴ റോഡ് നല്ല അടിപൊളി റോഡാണ്. കുട്ടനാടിൻ്റെ പാർട്ടുകളാണ് നമ്മൾ വലത്തെ സൈഡും ഇടത്തെ സൈഡൊക്കെ കാണുന്നത്. വലത്തെ സൈഡാണ് കുറച്ചുകൂടി രസമുണ്ട്. ഒരു കായലിങ്ങനെ പോകുന്നുണ്ട് അതിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി നല്ലോണം കിട്ടുന്നുണ്ട്. ഈ റോഡിലാണ് തോന്നുന്നത് ഇങ്ങനെ മഴക്കാലത്ത് വെള്ളം കയറുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചങ്ങനാശ്ശേരി റോഡിൽ വെള്ളം കയറി എന്ന് പറയുന്നത് നല്ല ഡ്രോണ് വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്ട്രെയിറ്റ് റോഡ്, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. വയനാട് വെച്ച് നോക്കുമ്പോൾ ആലപ്പുഴേൻ്റെ ഒക്കെ വ്യത്യാസം എന്തറിയോ? വയനാട്ടിൽ എപ്പോഴും കുന്നും പിന്നെ വളവും അങ്ങനത്തെ റോഡായിരിക്കും. ഒന്ന് പൊന്തി ഒന്ന് താന്ന് അങ്ങനത്തെ റോഡുകളായിരിക്കും വയനാട്ടിലുള്ളത്. പക്ഷേ ആലപ്പുഴയിൽ വന്നതിന് ശേഷം വളവും തിരിവും ഉണ്ടെങ്കിലും സ്ട്രെയിറ്റാണ് ഒരുവിധം റോഡ്, നിരപ്പാണ് റോഡ്. അതായത് കയറ്റം ഇറക്കമൊന്നുമില്ല, നേരെ ഇങ്ങനെ പോവുക. രസമാണ്, അതൊരു പ്രത്യേക രസമാണ്. രാവിലെയൊക്കെ വണ്ടി ഇല്ലാത്തപ്പോൾ ഇതിലൊക്കെ പോവുകയാണെങ്കിൽ നല്ല രസമുണ്ടാവും. പറപ്പിച്ച് ഇങ്ങനെ വീടാം. ഇത് തന്നെയാണ് ചങ്ങനാശ്ശേരി എന്നുള്ള ഒരു ഇതിലാട്ടോ ഞാൻ പറയുന്നത്. ബോർഡൊന്നും കാണുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതായിരിക്കണം ചങ്ങനാശ്ശേരി. ഞാൻ പണ്ട് ഇവിടെ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ 6ലോ 7ലോ 8ലോ പഠിക്കുമ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ചങ്ങനാശ്ശേരി NSS സ്കൂളുണ്ട്. ഞാനവിടെ അതായത് NSS സ്കൂൾ, നായർ സർവീസ് സൊസൈറ്റി സ്കൂളിൻ്റെ കുറേ എല്ലാ ജില്ലകളിലും സ്കൂളുകളുണ്ട്. അപ്പം
മെയിൻ ക്യാമ്പസാണ് ഇവിടുത്തെ ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളെ ആനുവൽ മീറ്റ് സ്റ്റേറ്റ് മീറ്റൊക്കെ നടക്കുക ഇവിടെ ചങ്ങനാശ്ശേരി സ്കൂളിൽ വെച്ചിട്ടാണ്. അങ്ങനെ ഞാൻ ഓട്ടത്തിനൊക്കെ പങ്കെടുക്കുകയായിരുന്നു. ഞാൻ അതിനൊക്കെ വന്നിരുന്നു. നല്ല രസമായിരുന്നു ആ ഒരു സമയത്ത്. സോ ഗൈസ്, നമ്മൾ ആദ്യത്തെ ഡീസലിന് ശേഷം രണ്ടാമത് വീണ്ടും ഡീസൽ അടിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ അന്ന് 30 ലിറ്റർ അടിച്ച് ഇന്നും ഏകദേശം 30 ലിറ്റർ അടിച്ചു. അപ്പോൾ നമ്മൾ കൂട്ടിയപ്പോൾ 422 കിലോമീറ്ററാണ് വണ്ടി ഓടിയത്. ഡിവൈഡഡ് ബൈ 30, അപ്പോൾ ഏകദേശം 14.7, ഏകദേശം 15 കിലോമീറ്റർ മൈലേജ് വണ്ടിക്കുണ്ട്. ഗുഡ് മൈലേജ് റൈറ്റ്? 15 കിലോമീറ്റർ യെസ്, 15 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഗുഡ്, ഹാപ്പി. കേരളത്തിൽ 15 കിട്ടുകയാണെങ്കിൽ ഹൈവേയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഹൈവേ കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടുതൽ കിട്ടും. ഇൻ ഹൈവേ വിൽ ഗെറ്റ് മോർ. സോ 17 മേ ബി 18 മേ ബി കിട്ടും. കൊട്ടാരക്കര ആ റൂട്ടിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു ജ്യൂസ് കുടിക്കാൻ നിർത്തി. ചൂടത്ത് കുടിക്കുമ്പോഴൊരു സുഖം. ഇവൻ മലയാളിയല്ല, ഇവൻ ആസ്കിങ് യുവർ മലയാളി ഓർ നോട്ട്. ഞങ്ങളോ ഇപ്പോൾ തിരുവനന്തപുരം. എത്രയാ? നീതു അല്ലേ? നീതു. എന്താട്ടാ ചെയ്തു? എന്നാ പോട്ടെ, അങ്ങോട്ട് പോവാ. വയനാട് ഞങ്ങൾ അവിടുന്ന് ഭൂട്ടാനിൽ പോവാ. ആ, ഇത് യൂട്യൂബ്. എന്നാ പോട്ടെ. സോ ഗൈസ്, ഒരു അമ്മ ഉണ്ടായിരുന്നു അവിടെ. അമ്മ ഇങ്ങനെ ചോദിക്കുമായിരുന്നു എങ്ങോട്ടാ എന്താണ്. ഞാൻ ചോദിച്ചു അമ്മക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല എന്നാ. അപ്പോൾ ഞാൻ പറഞ്ഞ തിരുവനന്തപുരം വരെ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പം എന്നോട് ഇങ്ങനെ ഇപ്പം ഈ സൈഡിൽ എന്താ ഇത് എഴുതിയിരിക്കുന്നത്, കേരള ഭൂട്ടാൻ നാഗാലാൻഡ്. അപ്പോൾ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം, അത്യാവശ്യം പ്രായമുണ്ടേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല എന്നുള്ള രീതി. ഞാൻ പറഞ്ഞിങ്ങനെ ഭൂട്ടാൻ വരെ പോവുകയാണെന്ന് പറഞ്ഞു. പിന്നെ കമ്പയർ ടു മലബാർ ഏരിയ ഇവിടെ എല്ലാത്തിനും വില കൂടുതലാണ് തോന്നുന്നു. നേരത്തെ കരിമ്പിൻ ജ്യൂസ് കുടിച്ച് 40 രൂപ വാങ്ങി ഒരാൾക്ക്. പിന്നെ വയനാട്ടിലൊക്കെ 20, 25, 30 മാക്സിമം, 40 ആരും മേടിക്കില്ല. അതുപോലെ ഇപ്പോൾ കുടിച്ച ഇത് ഗ്രേപ്പിൻ്റെ ആ ജ്യൂസ് ഞങ്ങൾ ഇവിടെ നിന്ന് വരുമ്പോൾ കോഴിക്കോട് നിന്ന് കുടിച്ചാണ് 30 രൂപ, ഇവിടെ 40 രൂപ. എന്താ അറിയില്ല, താഴെ ഇറങ്ങുന്നവർ വില കൂടുകയാണെന്ന് തോന്നുന്നു. കൊട്ടാരക്കരയുള്ളത് ഇവിടെ ബ്ലോക്കിൽ ഇങ്ങനെ പെട്ട് കിടക്കുകയാണ് കുറേ നേരമായി. ഒരു രക്ഷയില്ല. ആദ്യമായിട്ടോ കൊട്ടാരക്കരയൊക്കെ ഒന്ന് വൃത്തിയിൽ കാണണേ. ഞാനൊന്നും ഇങ്ങോട്ട് അങ്ങനെ വരുത്തില്ല. ഫൈനലി ഞങ്ങളിതാ നമ്മൾ പറഞ്ഞ ലൊക്കേഷനിൽ എത്താനായി. തിരുവനന്തപുരത്ത് എത്തിയിട്ടോ, ഓൾറെഡി അറിയാലോ. ഇനി 1.2 കിലോമീറ്റർ ഉള്ളൂ നമ്മൾ പറഞ്ഞ സ്ഥലത്തോട്ട്. വി ഓൾമോസ്റ്റ് റീച്ച്. അപ്പോൾ ആരാണ് ആ വ്യക്തി എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ ഗൈസ്. പുള്ളിൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് റീച്ച്. बहुत दुख रहा है और अभी हम लोग 4 ही हुआ है। मगर हम लोग का कमर अच्छा है, बॉडी सब पूरा अभी पेन हो रहा है. യെസ്. ഓൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഗൈസ്. ഞാൻ എല്ലാത്തിനും തല ആട്ടി ഗൈസ്. വി ഓൾമോസ്റ്റ് റീച്ച്. ഇറക്കത്തിലാണ്, ഇത് കുത്താനുള്ള ഒരു ഇറക്കാണ്. കുത്താനുള്ള ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. We finally reach, but
ഇവിടെ ഒരു വീടൊന്നും കാണുന്നില്ലല്ലോ. ലെഫ്റ്റ് സൈഡാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. Guys, according to Google Map, we have reached the destination. Now, we are waiting for this friend. ആ അയ്യോ ഞാനിതാണ്ട് നിങ്ങളുടെ 40 മിനിറ്റ് കണ്ടു. ഞാനിതാണ്ട് സിറ്റിയിൽ നിന്നാണ്ട് വന്നോണ്ടിരിക്കുക. നോ പ്രോബ്ലം. ഇതൊരു ഒരു കട ഉള്ള ഒരു സ്ഥലമല്ലേ, ഒരു ചെറിയൊരു കട? ആ അതെ അതെ അതെ. ആ ഞാനിവിടെ എവിടെയെങ്കിലും ഒതുക്കിക്കോളാം. ബ്രോ കുഴപ്പമില്ലല്ലോ. സോറി, ഞാനൊരു 30 മിനിറ്റ്സ് എടുക്കും. നോ പ്രോബ്ലം, ഞാൻ ഇവിടെ സൈഡാക്കട്ടെ. സോറി, ഞാൻ 40 മിനിറ്റ്സ് കണ്ടതുകൊണ്ടാണ് ഞാനിതാണ്ട് പെട്ടെന്ന് ഇറങ്ങിയതാ. നോ പ്രോബ്ലം, ഇവിടെ ഉണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. He will come. Okay. We will drink something and we will wait here. Guys, പുള്ളി എത്താൻ ഒരു 5-6 മിനിറ്റ് അല്ല അരമണിക്കൂർ എടുക്കും. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ റെസ്റ്റ് എടുക്കാം. സോ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രശസ്തനായ ഒരാളെ വീട്ടിലോട്ടാണ് വരുന്നതെന്നുള്ളത്. ആ പ്രശസ്തൻ ആരാണെന്നുള്ളത് ഇപ്പോൾ കാണിക്കാം. ലൈറ്റ് ഇടട്ടെ കേട്ടോ, പുറത്ത് മാത്രമേ ലൈറ്റ് ഉള്ളൂ. ലൈറ്റ് ഇടാൻ പറഞ്ഞ ലൈറ്റ് ഓഫാക്കി. ആ പ്രശസ്തൻ ഇതാണ് ആള്. ഹായ്, നമസ്കാരം. എന്തോ ഒരു ഓക്വേർഡ് ഫീലിംഗ് ഇങ്ങനെ കാണിക്കുമ്പോ. ഏതോ അതായത് ഒന്നുമില്ല. ബാക്കി നമുക്ക് കുറച്ച് കഴിഞ്ഞെടുക്കാം. ഓക്കെ. സോ ഗൈസ്, നൈറ്റ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കുക്കീർ ഇവിടെ ഉണ്ട്. ഹായ് കുക്കീർ. മാഹിൻ ഇവിടെ ഉണ്ട്. പിന്നെ മാഹിൻ്റെ 2 ഫ്രണ്ട്സ്, ഉഗാണ്ട ആൻഡ് കെനിയ. നിമ്മി, മാർട്ടിൻ, ഇവർ 2 പേരും. മാഹിൻ ഞങ്ങളൊരു തട്ടയുടെ കൊണ്ടുവന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തെ തട്ടുദോശ ഞാൻ തിരുവനന്തപുരം എന്നൊക്കെ വിചാരിച്ച് കൊണ്ടുപോകാണ്. പക്ഷെ ഓൾറെഡി ബ്രോ കഴിച്ചിട്ടുണ്ട്. വയനാട്ടിലും തട്ടുദോശ പ്രസിദ്ധമാണെന്നില്ലായിരുന്നു. രസോടെയാണ് അവർക്ക് കൊടുക്കാം. എവരിത്തിങ് സെയിം ഫോർ ഗൈസ്. തിരുവനന്തപുരം വേറെ തന്നെ സ്റ്റൈലാട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണാണ്. രസം പിന്നെ ദോശയിലിട്ടിട്ട് രസം കഴിക്കുന്നു, ദോശയിൽ പപ്പടം കൂട്ടുന്നു. എടാ ഇതൊന്നും ഞങ്ങൾ ഇന്നേ വരെ തൊട്ടിട്ടില്ല. ഇല്ല, കണ്ടിട്ടില്ല. രസമൊന്നും ഞങ്ങൾ ചോറിന്റെ കൂടെ ഇല്ലാണ്ട് ഒരു ഓക്കെ. എന്നാലും പപ്പടം എന്തിനാ? ഇവൻ പകുതി കഴിഞ്ഞ അവിടെ. സോ ഗായ്സ്, ഞങ്ങൾ പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിച്ച് ഇതാ തിരിച്ച് മാഹിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് പുള്ളീൻ്റെ റൂം കേട്ടോ, മാഹിൻ്റെ റൂം. ഇതൊക്കെ പുള്ളീൻ്റെ ചാനൽ നിങ്ങൾ ഓൾറെഡി അല്ല പഠിച്ചവനെ. ഏത് കൊനെ कुछ है तो ये तो नहीं है तो कुछ मिलेगा शॉप में कुछ नहीं है, कुछ नहीं है ബാഹർ ജാവോ. പിന്നെ അത് മാഹിൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതാണ് ഇപ്പോൾ മാഹിൻ്റെ റൂം. ഓക്കെ, ഞങ്ങൾ ഇന്ന് ഇവിടെയാണ്, ഞങ്ങൾ 2 പേരും. ഓക്കെ, സോ ഇന്നത്തെ കണക്കും ഇതൊക്കെ ബോധിപ്പിക്കണ്ടേ. അപ്പോൾ നമ്മൾ ചിലപ്പം നാളെ കൂടി ഇവിടെ ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടീൻ്റെ ഒരു പേപ്പർ വരുന്നുണ്ട്. ഇത് മച്ചാൻ്റെ അഡ്രസ്സിലാണ് അയച്ചിട്ടുള്ളത്. നാളത്തെ ആണെങ്കിൽ സൗകര്യമായിരുന്നു. പിന്നെ ഇന്നത്തെ ചിലവ് 4524. രാത്രിത്തെ ഫുഡും കാര്യങ്ങളൊക്കെ നോക്കി മച്ചാനാണ്. അത് കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ നേരെ ഇരട്ടിപ്പോയനെ ഫുഡും ഇതൊക്കെ വന്നിരുന്നു. എന്തായാലും അടിപൊളി. അപ്പം നാളെ നമുക്ക് വിശദമായിട്ട് മൊത്തം കാണാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബൈ ബൈ.